നമസ്കാരം. ഷാഫി പറമ്പലിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വന്ന വാർത്തകൾ ഇന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് UDF യോഗങ്ങളിൽ ഞാൻ UDF യോഗങ്ങളെ എന്തെങ്കിലും അത്ഭുതകരമായി വെറുതെ ഉണ്ടാക്കി പറയല്ല. വടക്ക് നിന്ന്, അതായത് കാസർഗോഡ് നിങ്ങോട്ട് ഇവിടെ എത്തുമ്പോൾ, കോഴിക്കോട് എത്തുമ്പോൾ, ഇന്ന് തിരുവമ്പാടിയിൽ എത്തുമ്പോൾ അവിടുത്തെ UDFന്റെ ജാഥകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ബാഹുല്യം ആ UDFനെ തന്നെ ഞെട്ടിക്കുകയാണ്. LDF ശരിക്കും ഞെട്ടിത്തകറി. അവരുടെ ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ മട്ടന്നൂരും ധർമ്മടവും അതേപോലെ കൂത്തുപറമ്പും തലശ്ശേരിയും കല്യാശ്ശേരിയും അങ്ങനെ തളിപ്പറമ്പും എല്ലാം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ജനക്കൂട്ടം അത്ഭുതപ്പെടുത്തുന്നതാണ്. ജനപ്രവാഹമാണ്, ജനസമുദ്രമാണ് എല്ലാ സ്ഥലത്തും. ഇതൊരു സത്യമാണ്. ആ സത്യത്തിനിടയിൽ പല സ്ഥലത്തും ലേറ്റായി പോയിക്കൊണ്ടാണ് ജാഥ പോകുന്നത് എന്നുള്ള എൻ്റെ റിപ്പോർട്ടർ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കൂടെ ജാഥയ്ക്കോടൊപ്പം എൻ്റെ റിപ്പോർട്ടർമാരുണ്ട്. ആ യാത്ര കുറ്റ്യാടിയിൽ എത്തിയപ്പോൾ അവിടെ പ്രസംഗിക്കാൻ ധാരാളം ആളുകളുണ്ട്. അതിൻ്റെ ഇടയിൽ VD സതീശനെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ജനക്കൂട്ടം നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ഷാഫി പറമ്പിൽ എന്നെ പേര് വിളിക്കാൻ പോയപ്പോൾ അദ്ദേഹം നേരെ അബ്ദുള്ളയുടെ MLA അബ്ദുള്ളയുടെ കഴുത്തിന് പിടിച്ചു, സ്നേഹപൂർവ്വം കഴുത്തിന് പിടിച്ചു. ആ മാറ്റി നിർത്തിയിട്ട് ഒറ്റ വരിയില്, നീ ഇതാ കുറ്റ്യാടി കേരളത്തിൽ 100 സീറ്റിനോടൊപ്പം ഇതാ ഒരു സീറ്റ് ഉറപ്പിച്ചോ, കുറ്റ്യാടി ഉറപ്പിച്ചോ എന്ന് ഉറപ്പിച്ച് ഷാഫി പറമ്പിൽ പറയുന്ന രംഗമാണ് ഇന്നലെ ഉണ്ടായത്. അതൊന്ന് കേൾക്കാൻ നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. ഇതിനെ വലിയ തോതിൽ പർവ്വതീകരിച്ച് ഇത് തള്ളി, അതേപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു, അങ്ങനെ തുടങ്ങി കെട്ടിച്ചമച്ച ഒരു തരത്തിലും സത്യമല്ലാത്ത ചില വാർത്തകളാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് എൻ്റെ റിപ്പോർട്ടർ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഇന്ന് ഇപ്പം VD സതീശൻ നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധേയമാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ കൊണ്ടും കെട്ടിച്ചമച്ചത് കൊണ്ടൊന്നും ഇത് പൊളിക്കാൻ പറ്റില്ല. PR വർക്കിലൂടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകളെ കൂട്ടുന്നെങ്കിൽ, അതേപോലെ MV ഗോവിന്ദന്റെ യാത്രകളിലെല്ലാം ഈ ബംഗാളീസിനെ കൊണ്ടുവന്ന് സിന്ദാബാദ് വിളിച്ച് പഠിപ്പിച്ച് ജാഥയിൽ കൊണ്ടുവരികയാണ്. ആളെ കിട്ടാനില്ല. ഈ സന്ദർഭത്തിലാണ് 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നത്. തിരുവമ്പാടിയിലത്തെ സ്ഥിതിയാണ്, ലേറ്റസ്റ്റ് ആയ ജാഥയുടെ സ്ഥിതിയാണ് ഞാൻ പുറത്തുവിട്ടുള്ളത്. അപ്പം ഇന്ന് കൃത്യമായി തന്നെ നമ്മുടെ VD സതീശൻ പറഞ്ഞ വാചകങ്ങൾ, പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇത്ര എന്തിനാണ് കെട്ടിച്ചമച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദയനീയമായിട്ട് പറയുകയാണ്. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഇന്ന് ശ്രദ്ധേയം. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പൂർണ്ണമായി കേൾക്കാം. അഫിഡവിറ്റ് കൊടുത്ത് DA അവകാശമല്ല. പണ്ട് എന്താണ്, തൊഴിലാളികൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി സമരം ചെയ്ത് പോരാടി നേടിയെടുത്ത അവകാശങ്ങളാണ് അല്ലേ DA. ആ DA അവകാശമല്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹൈക്കോടതി. അപ്പൊ ഇനി 8 മണിക്കൂർ ജോലി അവകാശമല്ല എന്ന് പറയുമല്ലോ നാളെ. BJP പറയുന്നുണ്ട്, അവരൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ അപ്രോച്ച് അതാണ്. അതേ ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് DA അവകാശമല്ല. പിന്നെ ഇവരെ ലെഫ്റ്റ് എന്ന് എങ്ങനെ വിളിക്കുന്നത്? ഇവര് ലെഫ്റ്റ് അല്ല. അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ലേ ഊതി വീർപ്പിക്കുന്നത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പൊ കുറ്റ്യാടിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പൊ ഷാഫി പറമ്പിൽ നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത്. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും.
മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. എന്തിനാണ്? നിങ്ങൾക്കറിയാലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നെന്ന്. അതിന്റെ അസൂയ പൂണ്ട കുറെ ആളുകൾ അതിന്റെ ആ ജാഥ എന്ത്, ഞാൻ പറയണത് ശരിയല്ല, ഞാൻ നയിച്ച ജാഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാ ചാനലുകൾ, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ്. ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥയെന്ന് നിങ്ങൾ വിലയിരുത്തും. ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ 60,000 വോട്ടിന് തോട്ടം മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. എന്തിനാ ജാഗ്രത? ആരെ തടഞ്ഞ്? എന്റെ ദീപകെ, ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ, ഇല്ലാതെ. അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കാൻ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാൾ. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ സമയത്ത് തീരില്ല, എന്റെ സംസാരം നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞ് എന്നോട്. പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അത് തന്നെ ഷാഫിയും പറഞ്ഞു ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പൊ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പ്രമോദിനെ നിർബന്ധിച്ച് നീ അവിടെ പോയിരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ, വീട്ടിലുണ്ടാകുന്ന പോലെ കാര്യമല്ലേ. അതേ വീണു എന്നെ സ്വീകരിക്കാൻ കോഴിക്കോട് മറ്റേ അതിർത്തിയിൽ വരുമ്പോ ഉണ്ട് ഇത്. അപ്പോഴേ ഞാൻ കാണുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം, അവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഉന്തിയിട്ടിട്ട് DCC പ്രസിഡന്റിന്റെ കൈവോട്ട് ചെയ്ത ദൈവം. ഈ കേരളം എവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയ? പിന്നെ നിങ്ങൾ വേറെ ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്, അറിയാല്ല. നിങ്ങൾ നിക്ക് അതൊക്കെ ശരിയാണ്. അച്ചടക്കം വേണം, കുറച്ച് ഇതൊക്കെ വേണം. അതിനെന്താ? അവിടെ എന്താണ് അച്ചടക്കം എങ്ങനെ ഉണ്ടായത്? എന്താ അവിടുത്തെ UDFന്റെ ചെയർമാനായിട്ടുള്ള ആള്, DCC പ്രസിഡന്റ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവരൊക്കെയല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരാ ഉണ്ടായിരുന്നത്? അത് അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികളുണ്ടായി അവിടെ. 10 കക്ഷികളില്ലേ UDFൽ, എല്ലാവരുടെയും പ്രതിനിധികൾ, സംസ്ഥാന നേതാക്കള്, ജാഥ അംഗങ്ങള്, ജില്ലാ UDFന്റെ നേതാക്കള്, ആ നിയോജകമണ്ഡലത്തിന്റെ UDFന്റെ നേതാക്കള്, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങള് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമൊന്നുമില്ല. ഇന്നലെ ഒരു അച്ചടക്ക കുറവ് ആ വേദിയിൽ ഉണ്ടായില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളും മിണ്ടിയില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോൾ ആരും മിണ്ടിയില്ല.